ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് പ്രെപ്പൊസിഷൻസ്. എക്സാമ്പിൾ നോക്കുക. വെൽത്തി മെൻ, സമ്പന്നരായ മനുഷ്യർ. ഷുഡ് ഗിവ്, അവർ കൊടുക്കണം. ലിബറലി, അതായത് ഔദാര്യത്തോടുകൂടി, ഔദാര്യപരമായിട്ട്. ലിബറലായിട്ട് എന്ന് വെച്ചാൽ യഥേഷ്ടം കൊടുക്കണം. ഇനി അതേ സെൻറ്റൻസിന് മാറ്റിയത് നോക്കാം. അടുത്ത എക്സാമ്പിൾ, മെൻ ഓഫ് വെൽത്ത്, അതായത് സമ്പത്തിൻ്റെ ആൾക്കാർ, സമ്പത്തുള്ള ആൾക്കാർ, ആ ഒരു അർത്ഥമാണ് വരുന്നത്. സമ്പത്തുடைய ആൾക്കാർ, സമ്പത്തിൻ്റെ ആൾക്കാർ, മനുഷ്യർ. ഷുഡ് ഗിവ്, അവർ നൽകണം. ലിബറലി, യഥേഷ്ടം, ഒരു കണക്കില്ലാതെ തന്നെ വാരിക്കോരി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസും തമ്മിൽ മീനിങ്ങിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷേ അത് കൺസ്ട്രക്റ്റ് ചെയ്തതിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ മെൻ എന്നതിന് ആഡ്ജക്റ്റീവായിട്ടാണ് എന്ത് ചെയ്തത്? വെൽത്തി എന്ന് കൊടുത്തത്. അങ്ങനെ നമുക്ക് സമ്പന്നരായ മനുഷ്യരെന്ന് അർത്ഥം കിട്ടിയത്. നേരെ മറിച്ച് അടുത്ത സെൻറ്റൻസിൽ മെൻ ഓഫ് വെൽത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമ്പത്ത്, വെൽത്ത് എന്ന നൗണിന് മുമ്പായിട്ട് ഓഫ് എന്നൊരു വേർഡ് യൂസ് ചെയ്ത്, ആ ഓഫ് എന്ന വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെൽത്തിനെ മെന്ന് എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് വെൽത്ത് എന്ന നൗണിന് മുമ്പ് ഓഫ് എന്നൊരു പ്രെപ്പൊസിഷൻ ആഡ് ചെയ്ത്, ആ പ്രെപ്പൊസിഷൻ എന്ത് ചെയ്യും? വെൽത്ത് എന്ന വാക്കിനെ മെന്നുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്താ അർത്ഥം വരാം? വെൽത്തിൻ്റെ ആൾക്കാർ, അതായത് സമ്പത്തിൻ്റെ ആൾക്കാർ ആരാണ്? സമ്പന്നരായ ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഒരു വേർഡ്, ഇങ്ങനെയുള്ള വേർഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ, ഒരു നൗണിന് മുമ്പായിട്ട് അതിനെ വെക്കപ്പെടും. ഇവിടെ ഈ ഉദാഹരണത്തിൽ വെൽത്ത് എന്ന നൗണിന് മുമ്പായിട്ട് ഓഫ് വെച്ച്, ഓഫാണ് പ്രപ്പോസിഷൻ. ആ ഓഫ് എന്ന പ്രപ്പോസിഷൻ വെൽത്ത് എന്ന നൗണിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? മെൻ എന്ന നൗണുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത്? സമ്പത്തിൻ്റെ ആൾക്കാർ എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അതേ വാക്കിനെ വിത്ത് ലിബറാലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. മെൻ ഓഫ് വെൽത്ത് ഷുഡ് ഗിവ്, അവർ നൽകണം. ലിബറലി എന്ന് ആഡ്വേർബായി കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ കൊടുത്തത്? ഗിവ് വിത്ത് ലിബറാലിറ്റി, ലിബറാലിറ്റിയോട് കൂടി, ലിബറാലിറ്റിയോട് കൂടി കൊടുക്കണം. അതായത് യഥേഷ്ട മനോഭാവത്തോടു കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യണം? അത് കൊടുക്കണം. അതോടൊപ്പം, അതുമായിട്ട് എന്നർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലിബറാലിറ്റി എന്നതിന് മുമ്പ് വിത്ത് എന്ന പ്രപ്പോസിഷൻ ഗിവ് എന്ന വേർബുമായിട്ട് ഈ ലിബറാലിറ്റീനെ കണക്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലിബറാലിറ്റി എന്ന നൗണിനെ ഗിവ് എന്ന വേർബുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാ? വിത്ത് എന്ന പ്രപ്പോസിഷൻ. ഓക്കെ. അങ്ങനെ നമുക്ക് എങ്ങനെ എന്തർത്ഥം വരുന്നത്? വെൽത്തി മെൻ ഷുഡ് ഗിവ് ലിബറലി എന്നുള്ളതിൽ വെൽത്തി എന്നുള്ളത് എന്താ? ആഡ്ജക്റ്റീവ്. ലിബറലി എന്നുള്ളത് ആഡ്വേർബ്. അതിനെ നമ്മൾ മാറ്റി എന്ത് ചെയ്ത്? മെൻ ഓഫ് വെൽത്ത്, ഓഫ് എന്നുള്ളൊരു പ്രപ്പോസിഷൻ വെച്ച് മെന്നും വെൽത്തും കണക്ട് ചെയ്ത്, വിത്ത് എന്നുള്ളൊരു പ്രപ്പോസിഷൻ വെച്ചിട്ട് ഗിവും ലിബറാലിറ്റിയും കണക്ട് ചെയ്ത്. അപ്പോൾ എന്തായി അർത്ഥം? സമ്പത്തിൻ്റെ ആൾക്കാർ ലിബറാലിറ്റിയോടുകൂടി നൽകണം എന്നായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രെപ്പൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. പ്രെപ്പൊസിഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഒരു നൗണിന് മുമ്പ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആ വാക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഫങ്ഷൻ എന്താ? ആ നൗണിനെ അതിന് മുമ്പ് വന്ന ഒരു വാക്കുമായിട്ട്, അത് ആ വാക്ക് എന്തോ ആവുക? അത് വേർബാവുക. ഈ ഉദാഹരണത്തിൽ നോക്കുക. ലിബറാലിറ്റി എന്ന നൗണിനെ ഗിവ് എന്ന വേർബുമായിട്ട് കണക്ട് ചെയ്യാണ് വിത്ത് എന്ന പ്രപ്പോസിഷൻ. അത് ലിബറാലിറ്റി എന്ന നൗണിന് മുമ്പാണ് വന്നേക്കണത്. അതിനെ ഗിവ് എന്ന വേർബുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് മെൻ ഓഫ് വെൽത്ത് എന്നതിൽ വെൽത്ത് എന്ന നൗണിനെ മെൻ എന്ന നൗണുമായിട്ടാണ് എന്ത്? ഓഫ് എന്ന പ്രപ്പോസിഷൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രപ്പോസിഷൻസ് ബേസിക്കായിട്ട് എന്താ പ്രപ്പോസിഷൻസ് ചെയ്യുക? പ്രപ്പോസിഷൻസ് കണക്ട് വേർഡ്സ്. പിന്നെ അടുത്ത ഇതിൽ കൺജങ്ഷൻ എന്താ ചെയ്യുക എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രപ്പോസിഷൻ്റെ ഫങ്ഷൻ വേർഡ്സിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓരോരോ വാക്കുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേത് അതിനോട് അനുയോജ്യമായൊരർത്ഥം വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്
ഹി ലേറ്റ്ലി അവൻ വളരെ വൈകി, കേം വന്നു, ഫ്രം കോളേജ് അപ്പോൾ കോളേജിൽ നിന്ന് അവൻ വളരെ വൈകി വന്നു. ഓക്കെ, ഹി കേം ടു കോളേജ് എന്ന് കൊടുത്തായിരുന്നെങ്കിൽ അവിടെ ടു ആണ് പ്രപ്പോസിഷൻ. ഫ്രം ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്രം ആണ് പ്രപ്പോസിഷൻ. അപ്പോൾ പക്ഷെ ഫ്രമ്മും ടൂവും തമ്മിൽ വ്യത്യാസം എന്താ? ഫ്രം എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന്, ടു എന്നാൽ കോളേജിലേക്ക്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അബൌട്ട്, അബവ്, അക്രോസ്, ആഫ്റ്റർ, അഗെയിൻസ്റ്റ്, അറൗണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ചുരുക്കി പറഞ്ഞാൽ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതൊരു നൗണിന് മുമ്പാണ് അത് വരിക. അതെന്ത് ചെയ്യും? ആ നൗണിനെ വേറൊരു വാക്കായിട്ട് കണക്ട് ചെയ്യും. അതനുസരിച്ച് അതിപ്പോൾ ഫ്രം ആണെങ്കിൽ അതിൽ നിന്നുള്ള മീനിങ് ആണ് വരിക. ഇന്നാണെങ്കിൽ അതിനകത്ത്, ഇൻ ടു അതിലേക്ക്, ഓഫ് അതിൻ്റെ ഒരു ഭാഗം, അങ്ങനെ ഒക്കെയാണ് അർത്ഥം വരിക. അബവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ, ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, ബിസൈഡ് എന്ന് പറഞ്ഞാൽ ചാരത്ത്, ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ, ഓവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ, അണ്ടർനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ, ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക്, വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ അതില്ലാതെ. അപ്പം ഇങ്ങനെയാണ് മീനിങ്ങിൽ വ്യത്യാസം വരിക. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഡെഫിനിഷന് ക്ലിയർ ആയിരിക്കണം. നൗണിന് മുമ്പ് വരുന്ന ഒരു വേർഡ്, വിത്ത് പോലെ, ഫ്രം പോലെ, ടു പോലെ, ആ വേർഡ് എന്ത് ചെയ്യും? ആ നൗണിനെ, ശേഷം വന്ന നൗണിനെ ഈ മുമ്പ് വന്ന പ്രപ്പോസിഷൻ എന്ത് ചെയ്യും? ആ വേറൊരു വേർബുമായിട്ടോ നൗണുമായിട്ടോ കണക്ട് ചെയ്യും. ഏതുപോലെയെന്ന് വെച്ചാൽ കെയിം ഫ്രം കോളേജ്, കോളേജിൽ നിന്ന് വന്നു. അപ്പോൾ കെയിം എന്ന വേർഡും കോളേജ് എന്ന നൗണും കണക്ട് ചെയ്യണം. അപ്പോൾ കോളേജിന് മുമ്പ് എന്ത് പ്ലേസ് ചെയ്ത്? ഫ്രം പ്ലേസ് ചെയ്ത്. ഓക്കെ.